ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറച്ച് സമയം കിട്ടി. എന്നാൽ അങ്ങ് മീൻ പിടിക്കാൻ പോയേക്കെന്ന് വിചാരിച്ച്. വേറൊന്നുമല്ല, നമ്മുടെ തോട്ടകത്ത് തന്നെയാണ്. സാധാരണ നമ്മൾ ഇടുന്നിടത്തല്ല, അവിടുന്ന് കുറച്ചൊക്കെ മാറിയാണ് കേട്ടോ. എന്തായാലും ഇതിനകത്ത് ചെമ്പല്ലി അഥവാ വണ്ടികളിലും വരാലും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പൊ ചൂണ്ട എവിടെ ഇരിക്കട്ടെ. ഈ ടിന്നെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കാളനെ പിടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇരയിട്ടാൽ കൊത്തണല്ല, പച്ചക്കാളായിട്ട് അപ്പം കയറി അടിക്കും. അപ്പോൾ നമുക്ക് പച്ചക്കാള പിടിക്കാനായിട്ട് നോക്കാം. ഇത് കണ്ട, ഈ കാടിനകത്താണ് നമ്മൾ പച്ചക്കാള പിടിക്കാൻ ഇറങ്ങാൻ പോണം. ഇത് കണ്ട, നോക്കട്ടെ കിട്ടുമോന്ന്. ആദ്യം ഒരു 1-2 പച്ചക്കാള ഇട്ട് നോക്കാം, എന്നിട്ട് കിട്ടിയെങ്കിൽ ബാക്കി പിടിച്ചാൽ മതി. അല്ലാണ്ട് ചുമ്മാ പിടിക്കേണ്ട കാര്യമില്ലല്ലേ. കാടിനകത്തൊക്കെ ഒളിച്ചിരിപ്പുണ്ടാകും കേട്ടോ. കിട്ടിയണ്ട. ഓർത്തനെ കിട്ടി. നമുക്കെന്തായാലും ഓർത്തനെ ഇട്ട് നോക്കാം. എന്നിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയൊക്കെ പിടിക്കാം. ഇവിടെ ഇഷ്ടംമാതിരിയാണ് കാണും പച്ചക്കാള. എല്ലാവരും എന്നോട് കാണുമ്പോൾ ചോദിക്കും, ഈ കാടിനകത്തൊക്കെ എങ്ങനെയാണ് ചാടിക്കയറി പോണേ. നമുക്ക് പിന്നെ പണ്ട് പോട്ടെ മുണ്ടാറ് ജനിച്ചു വളർന്നുകൊണ്ട് കാടും പൊളയും നമുക്ക് ഇങ്ങനെ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോ മീൻ പിടിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടു. നമ്മൾ ചൂണ്ടിടുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് ഇത്ര നേരം നോക്കിയിട്ട് തെളിഞ്ഞൊരു സ്ഥലം കണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ തീറ്റ കൊടുത്തിട്ടുള്ള ഇരിപ്പാണ്ട്. അടിച്ചു ഗൈസ്, അടിച്ചു. ഒരു ചെറിയ ചെമ്പല്ലി, ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മീഡിയം ടൈപ്പ് സാധനം. ഇവൻ ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ 1 പ്ലേറ്റ് ചോറ് കഴിക്കും. 1 പ്ലേറ്റ് ചോറ്, അത്രയ്ക്കുണ്ട് ഇവന്റെ രുചി. ഇവന്റെ രുചി എറിഞ്ഞവരാരും ഇവന്റെ പുറകെ പോകാണ്ടിരിക്കില്ല. മഴ പെയ്തുകൊണ്ടാന്ന് തോന്നുന്നു, നമ്മൾ തീറ്റ അങ്ങ് ഇടേണ്ട താമസം അപ്പൊ തന്നെ അടിക്കും. ഇനി ഒരെണ്ണം അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്തടിക്കുള്ളൂ കേട്ടോ. ഈ മരത്തിന്റെ കൊമ്പൊക്കെ ഉള്ള കാരണം കുറെയൊക്കെ നമ്മൾ വലിക്കാൻ നേരത്ത് കമ്പേരെ കൊടുക്കെ കുറെയൊക്കെ പോകും കേട്ടോ. വരാല് ചേട്ടന്മാര് പിടിച്ചില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേട്ടാ ഒരുത്തന്റെ തീപ്പൊരി എൻട്രി. ബിഷപ്പിന്റെ ഉൾവിളി വന്നു ഗൈസ്, നിർത്തിയാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചൂണ്ടടിയിലവിടെ നിർത്തുവാണ്. ഈ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അത് കാരണം പോയേക്കുവാ. കൊത്തണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ചൂണ്ടടിയിൽ നിർത്താം. ഓക്കെ, വിശക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. വിശന്ന് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. ഓ, വീട്ടിൽ ചെന്നിട്ട് കാണിക്കാൻ കേട്ടോ എന്തോരം മീൻ കിട്ടിയെന്നൊക്കെ. ഇതാണ് നമ്മുടെ വഴി. എൻ്റെ അമ്മേ, ഒരാട്ട് പിടിച്ചു നോക്കാടാ. ഇവിടെ പിടിച്ചു വെച്ചാ ഇവിടെ. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഓക്കെ, അപ്പോ വീട്ടിൽ ചെന്ന് കാണിക്കാട്ടാ. മീൻ കിട്ടിയാ? പിന്നെ കിട്ടാതെ നമ്മള് പോയാ മീൻ കിട്ടാണ്ടിരിക്കുവോ? അല്ല ട്രൂ, ഇത് കൊറേ ഉണ്ടല്ലോ. കണ്ടോ പല സൈസിൽ പല രീതിയിലുള്ള സാധനം. നമ്മള് മീനൊക്കെ പിടിച്ചിട്ട് വരുമ്പോഴേ ഈ മീൻ മേടിക്കും പോലെ അല്ല. മീൻ പിടിച്ചിട്ട് വരുമ്പോ ഇവരുടെ സന്തോഷം കാണാനാണ് ഏറ്റവും സുഖം. അത് കൊണ്ടുവരുമ്പോൾ ഒരു സന്തോഷം അത് വേറെ ലെവലാ. അല്ല ട്രൂ? ചെറുക്കും ഓക്കെ പറഞ്ഞു. അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് കൂടി ചെയ്തോളൂ കേട്ടോ. ഇവിടെ വാടാ മോനെ.